ജഗദീഷ് എന്ന് പറഞ്ഞ നടൻ എന്താണ് കുറവ്? ഇപ്പോഴത്തെ ഡയറക്ടേഴ്സ് പ്രൂവ് ചെയ്തിരിക്കുന്ന എന്ത് മികച്ച നടനാണെന്ന് പ്രൂവ് ചെയ്തുകൊണ്ടിരിക്കുകയും അത് ഞങ്ങൾ ഓരോ സിനിമ ഞെട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. സിനിമകൾ കണ്ടിട്ട് ജഗദീഷോട് പറഞ്ഞിട്ടുണ്ടോ? തീർച്ചയായിട്ടും ഞാൻ ഫാലിമയൊക്കെ കണ്ടിട്ട് ജയചന്ദ്രനെ വിളിച്ചിരുന്നു. ചേട്ടാ ഉഗ്രനായിരുന്നു. റോഷാക്ക് എല്ലാ റോൾസ് അല്ലേ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ എല്ലാം നമ്മൾ കാണുന്നുണ്ട്. അപ്പൊ അത്രയും നല്ലൊരു കലാകാരൻ അദ്ദേഹത്തിന്റെ ഉള്ളിലുണ്ടായിരുന്നു. അപ്പോ ഇത് ഒന്നാലോചിച്ച കൂടെ ഒരു കോളേജ് അധ്യാപകനായിട്ട് ഉള്ളപ്പോഴാണ് ഈ കോമഡിയൊക്കെ ചെയ്തിട്ടുള്ളത്. മണ്ടത്തരം പറയുന്ന ക്യാരക്ടേഴ്സ് പക്ഷേ അത് കോളേജിൽ എനിക്ക് തോന്നുന്നു പണ്ട് പറഞ്ഞിട്ടുണ്ട്. കോളേജിൽ ആദ്യം ഈ അപ്പുക്കുട്ടൻ എന്ന് പറഞ്ഞ ചിരിപ്പിക്കെങ്കിലും അതേ ക്ലാസ് എടുത്ത് ഒരു 5 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് സാറായിട്ട് ആള് ആക്സെപ്റ്റ് ചെയ്യും. ശരിക്കും നമ്മൾ ചെയ്ത കഥാപാത്രങ്ങൾ വെച്ച് നമ്മൾ എപ്പോഴും പറയാറില്ല. ഇപ്പൊ നമ്മൾ ഇന്റർവ്യൂ തുടങ്ങുന്നതിന് കുറച്ച് മുമ്പ് പറഞ്ഞു വില്ലനായിട്ട് കഥാപാത്രം ചെയ്ത എപ്പോഴും നമ്മളൊരു വില്ലൻ ഇമേജ് ആയിരിക്കും. അത് ഇപ്പം എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം കാണാൻ മാം ഈ കുശുമ്പും ഒക്കെ കാണിക്കണം. പല രീതിയില് പല സിനിമയിലും റിപ്പീറ്റ് കാണിച്ചാൽ അത് കാണാനൊരു സുഖമാണ്. എല്ലാവരുടെ ഉള്ളിലും ചെറിയ കുശുമ്പും കുന്നായ്മയൊക്കെ ഉണ്ടാവാതിരിക്കും. നമ്മൾ പച്ചയായ മനുഷ്യരല്ലേ. അത് നമ്മളെ എപ്പോഴും അംഗീകരിക്കുകയും നമ്മളെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ അറിയത്തില്ല. എവിടുന്നെങ്കിലും ഒരു അവഗണന കിട്ടുമ്പോഴേ ഇതൊക്കെ പുറത്തു വരും. എനിക്ക് ആരോടും അസൂയ തോന്നാതിരിക്കാൻ കാരണം എന്നെ എല്ലാവരും ഇഷ്ടപ്പെടുന്നുള്ള എൻ്റെ വിശ്വാസമാണ്. എവിടെങ്കിലും എന്നെ ഇഷ്ടപ്പെടാത്ത കുറെ പേരാണെന്നുണ്ടെങ്കിൽ എനിക്ക് ചിലപ്പം ഈ കുശുമ്പ് മുഖം വരും. അതെന്താ ഇവർക്ക് എന്നെ ഇഷ്ടപ്പെടാത്ത, പിന്നെ ഇവര് വലിയ ആൾക്കാർ അങ്ങനെ തോന്നും. അപ്പം ഞാൻ ജീവിതത്തിൽ അത് ഈശ്വരനെ അനുഗ്രഹിച്ച് വളരെ കുറച്ചൊന്നും പോലും പറയാനില്ല. നമ്മൾ അന്യഭാഷയിൽ പോകുമ്പോഴും നമുക്ക് എന്തോ നല്ലൊരു റിസപ്ഷൻ തന്നെയാണ് കിട്ടിയിട്ടുള്ളത്. നമുക്ക് ഏത് സ്ഥലത്ത് പോയിട്ട് അല്ലെങ്കിൽ ഏത് ഭാഷയിൽ പോയി അഭിനയിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഉർവശി നമ്മുടേത് മാത്രമാണ് നമുക്കൊരു അഭിമാനത്തോടെ നമ്മൾ പറയാറുണ്ടല്ലോ. അതെപ്പോഴും ഇപ്പൊ തമിഴ്നാട്ടിലാണെങ്കിലും മലയാളത്തിൽ ഒന്ന് സിനിമ ചെയ്യുമ്പോൾ ഞങ്ങൾ കാത്തിരിക്കുകയാണ്. അല്ലെങ്കിൽ അവാർഡുകൾ കിട്ടുമ്പോഴും അല്ലെങ്കിൽ മറ്റ് സിനിമകൾ ചെയ്ത് അതിൽ ആളുകൾ നല്ല കഥാപാത്രമാണെന്ന് പറയുമ്പോഴും ഞങ്ങൾക്ക് അതിന്റെ സന്തോഷമുണ്ട്. ഒരു മുഴുവനായിട്ട് ഞങ്ങൾ എടുക്കുന്നുണ്ട്. ഇപ്പൊ തമിഴ്നാട്ടിൽ ജനിച്ചു വളർന്നെങ്കിലും മലയാളികൾക്കുള്ള ഒരു സ്നേഹം ഉണ്ടല്ലോ. അത് ആദ്യം സിനിമ തൊട്ട് കണ്ടുകൊണ്ട് 2 കൈ നീട്ടി സ്വീകരിക്കുന്നില്ലേ. മലയാളികൾ എപ്പോഴും മലയാളികൾക്ക് നല്ല സിനിമകൾ കൊടുക്കണം എന്നൊരു എപ്പോഴും ആഗ്രഹമുള്ള ഒരാളാണ്. തീർച്ചയായിട്ടും. കാരണം അതുകൊണ്ടല്ലേ നമ്മൾ ഇത്രയും ഗ്യാപ്പ് എടുക്കുന്നത്. മറ്റു ഭാഷകളിൽ ഡിമാൻഡ് ഇല്ലാതെ നമ്മുടെ പ്രൊഫഷനാണ്, നമ്മുടെ സർവൈവലിൻ്റെയും കൂടെ ഭാഗമാണ്. അപ്പോൾ നല്ല പ്രതിഫലം കിട്ടുന്നു. അപ്പം പിന്നെ ക്യാരക്ടറിൻ്റെ ആ ഡെപ്തോ കാര്യങ്ങളോ ഒന്നും വലുതായിട്ട് നോക്കാതെ എത്രയോ സിനിമ ചെയ്തിട്ടുണ്ട്. ഹ്യൂമറിന് വേണ്ടി മാത്രമുള്ള ചില റോള് പോയി ചെയ്തിട്ടുണ്ട്. കാരണം എനിക്ക് ചെന്നൈ രാവിലെ 8:30 പോയാൽ മതി, വൈകിട്ട് 6 മണിയാകുമ്പോൾ വീട്ടിലൊക്കെ സുഖമാണ്. അത്യാവശ്യം നല്ല പ്രതിഫലം കിട്ടുന്നുണ്ട്, കുഴപ്പമില്ല, നമ്മൾ വർക്ക് ചെയ്യും. പക്ഷെ ഇതെൻ്റെ വീടാണ്, എൻ്റെ നാടാണ്. ഇവിടെ വരുമ്പോൾ എനിക്ക് ഡിമാൻഡ് ചെയ്യണം. എൻ്റെ വീട്ടിൽ എനിക്ക് ഇത്രയും സ്ഥാനം കിട്ടണം. എനിക്ക് വിശക്കുമ്പോൾ വയറു നിറച്ച് ആഹാരം തരണം. മനസ്സിലായില്ലേ? അതെനിക്ക് ഇഷ്ടമുള്ള ആഹാരം തന്നെ തരണം. അങ്ങനെയായിരുന്നു എൻ്റെ വീട്ടിൽ